വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 9-1 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെ അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എൻ്റെ ഈ സുവിശേഷത്തിൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്താ പ്രയോജനം? അല്ല, തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? വ്യഭിചാരവും പാവമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാർ വരുമ്പോൾ നാണിക്കും. അപ്പോൾ 9-1 പിന്നെ അവൻ അവരോട്, ദൈവരാജ്യം ശക്തിയോട് വരുന്ന കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. യേശു കർത്താവിൻ്റെ ഈ വലിയ ശിഷ്യത്വത്തിൻ്റെ ആ വലിയ മാന്യതയെപ്പറ്റിയാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരു കർത്താവിൻ്റെ ശിഷ്യനായി ഇരിപ്പാൻ വളരെ പാടുള്ള കാര്യമാണ്, പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ശിഷ്യന്മാരുടെ ആ മാനുഷികമായ ചിന്ത, നമുക്കുള്ള പോലെയുള്ള മാനുഷിക ചിന്ത അന്ന് ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു. മാനുഷ്യ ചിന്തയിൽ അതീതമായിട്ടുള്ളതാണ് കർത്താവിൻ്റെ ദൈവരാജ്യമെന്നുള്ളത് മനസ്സിലാക്കുക ഈ വചനത്താൽ നിങ്ങൾക്ക് സാധിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി പരിശുദ്ധാത്മാവിൽ യേശു കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥ വില മനസ്സിലാക്കി ജീവിക്കുവാൻ നിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കൃപ നൽകണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മുഖത്ത്. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.